അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് തമ്മിലിൽ കണ്ടതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു സ്പെഷ്യലായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം വെച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ? കാണാം. എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, ഇച്ചിരി കടുക് പൊട്ടിച്ചു, ഇച്ചിരി 2 മുളകും ഇച്ചിരി കരിവേപ്പില ഇച്ചിരി പരിപ്പൊക്കെ ഇട്ട് അത് മൂപ്പിക്കുവാണേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ തണ്ണിമത്തങ്ങയുടെ തോലാണ് കേട്ടോ. സാധാരണ നമ്മൾ ഇതിനെന്ത് ചെയ്യും, വലിച്ചെറിഞ്ഞ് കളയും അല്ലേ. പക്ഷേ ഇത് വളരെ ഏറെ ബെനിഫിറ്റ്സ് ഉള്ള എന്താ പറയുക, പോഷക ഗുണങ്ങളാൽ സമ്പന്നമായ ഒരൊന്നാണിത്. ഇത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതിലടങ്ങിയിരിക്കുന്ന ഇൻസുലിൻ എന്ന അമിനോ ആസിഡ് രക്തക്കുഴലുകളുടെ വികസിപ്പിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഒക്കെ ഇതിന് കഴിവുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ തോല്. അതിൻ്റെ പച്ച തോലൊക്കെ മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിലേക്ക് 2 പച്ചമുളകും ഇച്ചിരി വെളുത്തുള്ളിയും ഒരു സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനി ആരും ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. ഇതിൻ്റെ മീൻ കറി അവിടെ തിളയ്ക്കുവാണേ. ഇന്ന് ചാളയായിരുന്നു മീൻ. അതപ്പോൾ അത് മീൻ കറി അവിടെ ഇരിക്കുവാണ്. അതേ നമ്മുടെ ചട്ടിയിലെ ആ സാധനമൊക്കെ നമ്മുടെ പരിപ്പൊക്കെ മൂത്ത് വരുവാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തിലേക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് സാധനം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദഹനം മെച്ചപ്പെടുത്തുന്ന ഒരുപാട് നാരുകൾ അതിനകത്തുണ്ട്, ഫൈബറുണ്ട്. ദഹന പ്രകൃതിയെ സുഖമാക്കാനും മലബന്ധം തടയാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ലോക്കോപ്പീനും അങ്ങനെ ഒന്നും വേണ്ട കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടി നന്നായിട്ട് പരിപ്പൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു ക്രഞ്ച് ഇതിലെത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് നമ്മുടെ മത്തങ്ങയുടെ തോട് ഇതിലേക്ക് തട്ടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ട് അടച്ചു വെക്കാമേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ നമ്മളെ എന്താ പറയുക, പ്രായമാകുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാനുള്ള കഴിവൊക്കെ ഈ മത്തങ്ങയുടെ തൊലിയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയരുത്. ഇതൊക്കെ തോരൻ വെച്ചോ ഉപ്പേരി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആക്കി ഉണക്കി നമ്മുടെ നട്ട്സ് പോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് കണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെ അറിഞ്ഞ് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഇത് തണ്ണിമത്തൻ്റെ തോല് എല്ലാം നന്നായിട്ട് വെന്ത് സോഫ്റ്റ്, അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായ അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഇച്ചിരി തേങ്ങയും ഇച്ചിരി ജീരകവും ഒരു ഇച്ചിരി കുഞ്ഞുള്ളി 2 കരിവേപ്പിലയിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അത് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കിണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ പോഷക ഗുണമുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ്റെ തോല് കൊണ്ടുള്ളൊരു തോരനാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമലൈക്കും.